കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിൽ അണപൊട്ടി ജനരോഷം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഇന്നും പ്രതിഷേധം തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ ജോർജിനുള്ള പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിന് കാരണം ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷവും BJPയും. മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാണ് ആവശ്യം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഉപാധ്യക്ഷൻ അബിൻ വർക്കി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് പല റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിയുടെ രാജി കാണാതെ യൂത്ത് കോൺഗ്രസ് സമരം അവസാനിപ്പിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? നേട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മാത്രമേ മന്ത്രിയുള്ളൂ, കോട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? ഇത് കൃത്യമായി അവർ രാജിവെക്കുന്നവരെയുള്ള തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. രോഗികളെ പ്രവേശിപ്പിക്കാനായി തുറന്നുകൊടുത്ത ഗേറ്റിലൂടെ മെഡിക്കൽ കോളേജിനകത്ത് കയറിയായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. DCCയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അപകടത്തിൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പ്രതികളാണെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താൽപര്യത്തിൽ, നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വീണ ജോർജ്, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് നേരിട്ട് ഭരിക്കുന്ന കോട്ടയത്തുകാരൻ വാസവൻ മന്ത്രി, പിന്നെ നമ്മുടെ മരുമകൻ മന്ത്രി, ഇവരുടെ 4 പേരുടെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടുകളുടെയും നയങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് പോയ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പത്തനംതിട്ടയിൽ മന്ത്രിയുടെ കുടുംബ വീട്ടിലേക്ക് ശവപ്പെട്ടി ചുമന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പത്തനംതിട്ടയിൽ BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു. തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോഴിക്കോട് DCCയിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്കായിരുന്നു KSUവിന്റെ പ്രകടനം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജിനുള്ള പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.